وبلغ رسالته بما قرأناه من القرآن العظيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ റമദാൻ അവധിക്ക് ശേഷം നമ്മുടെ മദ്രസ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കുരുന്നുകൾക്ക് നമ്മുടെ ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ നല്ല അറിവെന്ന് പറഞ്ഞാൽ അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. തിരിച്ചറിവ് മദ്രസ പഠനത്തിലൂടെ ലഭിക്കുന്ന തിരിച്ചറിവിലൂടെ നമ്മുടെ രാജ്യത്തെ ഉത്തമ പൗരന്മാരായി മാറാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ആശംസിക്കുകയാണ്. നമസ്കാരം. ഏലൂർ വടക്കുമ മുസ്ലിം ജമാഅത്തിന് കീഴിലെ നൂറുൽ ഇസ്ലാം മദ്രസയുടെ പ്രവേശനോത്സവവും മോട്ടിവേഷൻ ക്ലാസും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടത്തി മാതൃകയായി. മദ്രസ വിദ്യാഭ്യാസം സമൂഹത്തിനും സമുദായത്തിനും അതിലുപരി രാജ്യത്തിൻ്റെ നന്മയ്ക്കും ഉപകരിക്കുമെന്നും അറിവ് എന്നുള്ളത് തിരിച്ചറിവാണ് വേണ്ടതെന്നും അത് സ്വായത്തമാക്കി ജീവിതത്തിൽ പകർത്തണമെന്നും ഏലൂർ വടക്കുംഭാഗം മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ടി.പി. സക്കീർ ഹുസൈൻ അഭിപ്രായപ്പെട്ടു. മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ ആത്മീയവും ഭൗതികമായി പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുവാനും ചിന്തിക്കുവാനും സാധിക്കണമെന്ന് മഹല്ല ചീഫ് ഇമാം ഷറഫുദ്ദീൻ ഫാദലി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രസിഡന്റ് അമാനുള്ള അധ്യക്ഷത വഹിച്ചു. ടി.പി. സക്കീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞു. അബ്ദുൽ സലാം ഹസനി, കബീർ അസ്ലമി, മുഹമ്മദ് ഷിഹാബ് മൗലവി, മോട്ടിവേറ്റർ സ്പീക്കർ ജസീർ നിസാമി, ട്രഷറർ അബ്ദുറഹ്മാൻ, അലിക്കുഞ്ഞ്, PTA പ്രസിഡന്റ് നസീർ തുടങ്ങിയവർ സംസാരിച്ചു. രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. വളരെ സന്തോഷമായ ഒരു സമയത്താണ് ഞങ്ങളുടെ മുമ്പിലേക്ക് ഈ വാർത്ത നമ്മൾ പറയുന്നത്. ലോകമെമ്പാടും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഭാവി തലമുറ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമുള്ള ആത്മീയ ചിന്തയുള്ള നല്ല മക്കളായി നമ്മുടെ മക്കൾ മാറിക്കിട്ടുവാൻ ഇന്നത്തെ നമ്മുടെ പുതിയ അധ്യയന വർഷത്തിൽ നമ്മുടെ മദ്രസയിലെ പ്രിയപ്പെട്ട പിഞ്ചു മക്കൾ രാവിലെ തന്നെ എഴുന്നേറ്റ് സന്തോഷത്തോടെ നമ്മുടെ മദ്രസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് അവരുടെ പ്രവാസന ഉത്സവവുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷത്തോടെ ഇന്ന് അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായും നശിപ്പിക്കുന്ന സാമൂഹ്യ മഹാവിപത്താണെന്നു ഞാൻ മനസ്സിലാക്കുന്നു. ലഹരി നിഷിദ്ധമാണ്. നാം ജീവിച്ചു വന്ന കാലഘട്ടത്തിലുള്ള ഇന്നത്തെ നമ്മുടെ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും മുമ്പോട്ട് കടന്നു പോകുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2025 പിറന്നു വീണത് തന്നെ രക്തത്തിൽ മുങ്ങിക്കൊണ്ടുള്ള ഒരവസ്ഥയിലായിരുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചോളം നാം വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ്. നമ്മുടെ മക്കളെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, അതുപോലെ എവിടെ പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചോളം വളരെ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നാം വളരെ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചോളം യാതൊരു അർത്ഥമില്ല. വിലായത്തിലെത്തിയ മഹത്തുക്കൾ എത്രത്തോളം ലോകത്തെ അഖ്താബീങ്ങളിൽപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മാത്രമല്ല നമ്മുടെ ഏൽക്കുകയും അടങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ജീവിക്കുന്ന നമ്മുടെ 21-ാം നൂറ്റാണ്ടിൽ അവിടെ മാനേജ്മെന്റും അതുപോലെ ഉസ്താദുമാരും സ്ഥാപനമാവുന്ന വിദ്യാർത്ഥികളും ആ വിദ്യാർത്ഥികളും മാനേജ്മെന്റും ഉസ്താദുമാരും ഒരേ വലിയ സംഭവം ജോലിയൊന്നും അത്യാവശ്യം തോന്നിയാൽ മതി, അല്ലെങ്കിൽ പോകുന്ന രീതിയിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഒരു BA അല്ലെങ്കിൽ MBA BBM
അവർ ഈ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒരു അകമ്പൊരുൾ നമ്മളോട് പറയുന്നത്. ഞാൻ അതാണെന്ന് പറയാം. എന്നിട്ട് നമ്മൾ ഉസ്താദുമായിട്ട് പറഞ്ഞ മദ്രസ വിദ്യാഭ്യാസമായിട്ടാണ് ക്ലബ് ചെയ്യുക. എന്റെ സഹോദരന്മാരെ നോക്ക്, the purpose of primary education, ഒരു വിദ്യാഭ്യാസത്തിലെ പ്രാഥമിക ലക്ഷ്യം is to support children growing in technology. മനുഷ്യത്വത്തോടുകൂടി വളരണമെന്ന് കുട്ടികളെ സപ്പോർട്ട് ചെയ്യാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിൽ കാണിച്ചത് അവർ എഴുതിയാണ്. എന്താ ഭൗതിക വിദ്യാഭ്യാസം? ഒരിക്കലും മനോഹരമായ വാക്ക് പറയും, നോ themselves, മനുഷ്യ സ്വയം അറിയണം. നോ themselves, സ്വയം ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. പോത്തിന്റെ കൊമ്പ് എങ്ങനെ വളഞ്ഞു എന്ന് നിങ്ങൾ സൂവോളജി പഠിക്കും, ജന്തുശാസ്ത്രം. പോത്തിന്റെ കൊമ്പ് എങ്ങനെയാ വളഞ്ഞത്? സൂവോളജി. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇരകളിൽ വെച്ച് ആഹാരം പാകം ചെയ്യുന്നതിന് ബോട്ടണി പഠിക്കുന്നു, സസ്യശാസ്ത്രം. പഠിക്കുന്നു. സൂര്യനും ചന്ദ്രനും താരാപഥങ്ങളും മിൽക്കിവേകളെ കുറിച്ച് നിങ്ങൾ അസ്ട്രോളജി പഠിക്കുന്നു. ഇതൊക്കെ പഠിച്ചിട്ടും നീ നിന്നെ പഠിച്ചില്ലല്ലോ, നീ നിന്നെ അറിയില്ലല്ലോ, നീ നിന്നെ വിലയിരുത്തിയില്ലല്ലോ. സ്വയം അറിയണേ മനുഷ്യ അദ്ദേഹം പറയുന്നു. ഈ ഒരു സ്വയം പരിജ്ഞാനം ഭൗതിക വിദ്യാഭ്യാസത്തിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഭൗതിക വിദ്യാഭ്യാസത്തെ തളർത്തി പറയുന്ന ആളല്ല. എക്സ്ട്രീം തലത്തിൽ നമ്മുടെ മക്കൾക്ക് അത് കിട്ടണമെന്ന് വാദിക്കുന്നവരാണ്, അതിനുവേണ്ടി ചൂട്ടുപിടിക്കുന്നവരാണ്. പക്ഷെ ധാർമ്മികമാകുന്ന ഭൗതിക വിദ്യാഭ്യാസം ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ ഏറ്റവും ഉദാഹരണം രണ്ട് ഉദാഹരണ മനോഹരമായി സംസാരിച്ചു. വഴി മതമില്ലാത്ത ഭൗതിക ലോകത്തിന്റെ ഏത് സബരിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയോ ആ മക്കൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു വരുന്ന ഭൂമാനായിരിക്കുന്നത് ബോധനാണെന്ന് അതെനിക്ക് മുഖ്യമായി പറയുന്ന കാര്യം. നിങ്ങൾ കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറയാം. അപ്പൊ ആദ്യത്തെ ലക്ഷ്യമല്ല, ഈ കുട്ടിയെ മനുഷ്യത്വത്തോടുകൂടി പെരുമാറാൻ പഠിപ്പിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസ സമ്പ്രദായം. ഇസ്ലാം നോക്ക്, നിങ്ങൾക്ക് നിന്റെ അയൽവാസി അവിശ്വാസിയാണെന്ന് നീ മാനിക്കണം. എല്ലാ നന്മയും മനോഹരമാണ്, ധർമ്മമാണ്. നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ പോലും നിനക്ക് ധർമ്മമാണ്. പ്രശുദ്ധമായ മാതാവിന്റെ താല്പര്യമാണ് ഉമ്മയെ സ്വർഗം. ഉമ്മയുടെ ഗർഭപാത്രം മുഖത്ത് കത്തി കുത്തി ഇറക്കുമ്പോ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാം, മാതാവിന്റെ കാലിൽ ചുമരാത്ത സ്വർഗം. മനോഹരം. അദ്വൈത ചിന്തകളിൽ രൂപീകറങ്ങിയ ശ്രീ ശങ്കരാചാര്യർ 15 വയസ്സിനുള്ള ലോകം മുതൽ ചുറ്റിക്കറിഞ്ഞ അമ്മയുടെ കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്രം.